നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഈ ഇൻഡക്ഷൻ കുക്കറുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് എവിടെ നക്കിയാലും ഇതിൻ്റെ ടച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ബോഡിയിൽ എവിടെ ടച്ച് ചെയ്താലും ഇതിൻ്റെ ടച്ച് വർക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ഓഫാവുന്നു, ഓട്ടോമാറ്റിക് ചൂട് കൂടുന്നു, ചൂട് കുറയുന്നു. അപ്പോൾ ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പല സംഭവങ്ങളും മെനു ഫങ്ഷൻസ് മാറി മാറി കളിക്കുക. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അയച്ചു വെക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും പൊടി കയറി അലമ്പായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൂടുതൽ ഈർപ്പം കൂടെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ എന്താണെന്ന് തുറന്നു നോക്കാം. അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത്രയും വേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വേറെ എവിടെയും കാണില്ല. അതിനെക്കാട്ടിയും വേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കുന്നത്. ഒറ്റ പൊടി പോലും പുറത്തേക്ക് പോയിട്ടില്ല. കംപ്ലീറ്റ് വേസ്റ്റും പൊടിയും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയും വേണം, അല്ലെങ്കിൽ ഇത് അടുത്ത ദിവസം തന്നെ അതിൻ്റെ PCB ബോർഡ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് പാനൽ കൺട്രോൾ, ഇത് ടച്ച് പാനലിലെ കൺട്രോൾ ചെയ്യുന്ന ബോർഡാണ്. എൻ്റെ കോലം കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഡസ്റ്റും കാര്യങ്ങളും ഈർപ്പവും ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ടച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്, അൺകൺട്രോളായിട്ട്. ഇത് കണ്ടത് ഓവർ ചൂട് കാരണം അതിൻ്റെ സൈഡ് ബോഡി ഉരുകി പോയതാണ് കാണുന്നത്. ഇത് ഒരുപാട് ടൈം ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ അതിൻ്റെ സൈഡ് ബോഡി ഉരുകി പോയതാണ് കണ്ടത്. മൊത്തത്തിൽ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് പാർട്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും അഴിച്ച് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഡ്രൈ ആയി PCB ബോർഡിലോ ടച്ച് പാനലിലോ ഉള്ളത് എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള സോൾഡറിങ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സോൾഡർ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോയിലാണ് കാണുന്നത്, ഇൻഡക്ഷൻ കോയിൽ. ഈ കോയിലാണ് പ്രധാന ഭാഗം. ഈ കോയിൽ നമുക്കൊന്ന് അയക്കണം, നല്ല അടിയത്തെ PCB നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഞാനത് അയച്ചു പീസാക്കി വെച്ചിട്ടുണ്ട്. ഇൻഡക്ഷൻ കോയിൽ, PCB ബോർഡ്, അതിൻ്റെ ഫാന്, ഈ കാണുന്നത് അതിൻ്റെ സെൻസർ. ഈ സാധനങ്ങളൊക്കെ ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിത് അയച്ചപ്പോൾ തന്നെ അതിൻ്റെ ബോഡി ഞാൻ നല്ലോണം ഒന്ന് വൃത്തിയിൽ കഴുകിയിരുന്നു. അതിൻ്റെ വൃത്തിയൊക്കെ കഴുകിയപ്പോൾ അതിൻ്റെ നിറം കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ നിറം. ഈ രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഉണക്കിയിട്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഈ ബോർഡും കാര്യങ്ങളും PCB ബോർഡും കാര്യങ്ങളും കോയിലൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കണം. അതിനുശേഷം നമുക്ക് പാനലും വൃത്തിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ PCB ബോർഡ് വൃത്തിയാക്കി, അതിൻ്റെ ഫാനും ഞാനിപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ബോർഡ് നല്ല വെട്ടി തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കോയിലും ഞാൻ വൃത്തിയാക്കി, നല്ലോണം പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഈ ബോഡിയിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പാറ്റഗുളിക എന്ന് പറയും. അതായത് ലക്ഷ്മണരേഖ, ഈ ഉറുമ്പും മറ്റും കയറാതിരിക്കാൻ വേണ്ടി വരച്ച് വെക്കുന്ന ചോക്കാണിത്. ഈ ചോക്ക് ഞാൻ എല്ലാ ഭാഗത്തും ഇങ്ങനെ വരതി സെറ്റ് ചെയ്യാണ്, അതായത് കയറാതിരിക്കാൻ വേണ്ടി. അതിന് ശേഷം ഞാൻ വൃത്തിയാക്കി വെച്ച PCB ബോർഡും ഫാനും ഒക്കെ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തു ഞാൻ. ഇനി ഈ ഒരു ഇൻഡക്ഷൻ കോയിലും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചാൽ സെറ്റാവും. അതിന് ശേഷം നമുക്ക് കൺട്രോൾ ടച്ച് പാനൽ നമുക്കൊന്ന് വൃത്തിയാക്കണം, ഒരു പ്ലേറ്റ്. അതിനായിട്ട് നമുക്ക് ഈ ഒരു അയച്ചെടുക്കണം. ഈ ഒരു പാനൽ നമുക്ക് ഇവിടെ നിന്ന് അയച്ചെടുക്കണം. അതിന് ഈ ഒരു 4 സ്ക്രൂ ഉണ്ട്. സ്ക്രൂ അയച്ചാൽ ഐസിയുടെ മുകളിൽ കംപ്ലീറ്റ് മാറാലയും ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ IC ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ലെഡ് തുരുമ്പെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കെയറായിട്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ആ ഒരു ബോർഡ് എടുക്കാനായിട്ട്. ഇത്രയും ചെളിയും മറ്റുമാണ് അതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഒന്ന് എടുത്ത് വൃത്തിയാക്കിയിട്ട് എല്ലാം ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഒന്ന് സോൾഡർ ചെയ്ത് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയതായിട്ട് ഈർപ്പം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടച്ച് സെൻസർ ചെയ്യുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ കോയിലും തുരുമ്പെടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്ലേഡ് വെച്ചിട്ടൊന്ന് ഒന്ന് മിനുസപ്പെടുത്തണം. അതിനുശേഷം അതിൻ്റെ സ്പ്രിങ് ഒന്ന് വലിച്ചു വിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് നിന്നോളും. അതിനുശേഷം ഈ ഒരു പ്ലേറ്റ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ടച്ച് പാനൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതിന് കൂട്ടത്തിൽ ഞാൻ ഈ 3 പിൻ കോഡ് വയറും ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. IC ഒക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളിടത്തൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, ഡ്രൈ ആയിട്ടുള്ള സോൾഡറിങ് ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പാനൽ, അതിൻ്റെ മുകളിലത്തെ പ്ലേറ്റ്, ഗ്ലാസ്, ടെഫ്ലോൺ ഗ്ലാസ് ഇത് കണ്ടില്ലേ, അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാൻ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു 3 പിന്നാണ്. പക്ഷേ ഇത് PCB ബോർഡിലേക്ക് കൊടുത്തിരിക്കുന്നത് 2 പിന്ന്, ഫേസ് ന്യൂട്രൽ മാത്രമേ ഉള്ളൂ. എർത്തിൻ്റെ കണക്ഷൻ ഇല്ല. വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക കമ്പനികളും, ഈ കമ്പനി മാത്രമല്ല എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി ഒരു 3 പിന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടച്ച് പാനലും ഇതിനകത്തേക്ക് PCBയിലോട്ട് കണക്ട് ചെയ്തു. ഇതൊന്ന് വൃത്തിയാക്കി സെൻസറൊക്കെ കണക്ട് ചെയ്തു, ഫാനും കണക്ട് ചെയ്തു. എല്ലാ കണക്ഷനും ഞാൻ ബന്ധാക്കിയിട്ടുണ്ട്. അതേപോലെ AV കോഡും ഞാൻ
പ്ലഗ് ചെയ്യേണ്ട കോഡ് വേറെ ഞാനകത്ത് ഫീസ് ന്യൂട്രും കൊടുത്തിട്ടുണ്ട്. എർത്ത് പിന്നെ വെറുതെ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ടച്ച് പാനൽ എന്നുള്ളത്. ഞാൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാണ്, ജസ്റ്റ് സ്ക്രൂ ചെയ്തു. അപ്പോൾ ഇവിടെ 200 വോൾട്ടേജ് 220 സംതിങ്ങോളം വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. 224 വോൾട്ടേജ് ലൈനിൽ വരുന്നത് കാണിച്ചു. അതിനുശേഷം ഞാൻ ഓൺ ചെയ്തു. ഇപ്പോൾ ടച്ചിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല, ടച്ച് കറക്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ഒന്നും ആകുന്നില്ല. E0 കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ പ്ലേറ്റ്, അതായത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെള്ളം വെക്കാത്തതുകൊണ്ടാണ്. പാത്രം വെച്ചാൽ മാത്രമേ E0 മാറി കറക്റ്റ് സെൻസറിലേക്ക് വരുള്ളൂ. നമുക്ക് അത് മുകളിൽ വെക്കണ്ട, അതിന് മുമ്പ് തന്നെ സെൻസർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് തിളയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ അതിന് മുകളിൽ വെച്ചിട്ടില്ല. അപ്പോൾ അത്രയും ഏരിയയിൽ നമുക്ക് ഇതിനകത്ത് സെൻസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായി ഇതിൽ ഇൻഡക്ഷൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ 1100 വാട്ട്സിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത 1500 വാട്ട്സാണ് മാക്സിമം വരിക. 1500 വാട്ട്സിൽ 270 ഡിഗ്രി വരെ നമുക്ക് ചൂട് കൂട്ടിയിടാൻ പറ്റും. 270 ഡിഗ്രി 1500 വാട്ട്സ്, അത് ഒരു നോർമൽ വാട്ട്സിൽ തന്നെ ഹൈ വോൾട്ടേജ് ഹൈ ഡിഗ്രിയിൽ നമുക്ക് ചൂടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. വെള്ളം നല്ല തളിച്ചിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ വേറെ ചിന്തയായിട്ട് നമുക്ക് വീണ്ടും എത്താം.